ഇടവേള കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട് മേപ്പാടി പുഴമൂലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാപ്പിക്കാട് ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്തെ കൃഷി നശിപ്പിച്ചതായും പരാതിയുണ്ട്. ഫൈസൽ നെടുമ്പാലി വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, എപ്പോഴാണ് ഈ കാട്ടാന ഇറങ്ങിയത്? കാട്ടാന ഇപ്പോഴും പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണോ? വ്യാപകമായ കൃഷിനാശമുണ്ടോ അവിടെ? അജി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ 2 കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. മേപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലാ ദിവസവും കാട്ടാന എത്തുന്നുണ്ട്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് വലിയ ആശങ്കയാണ് പരത്തുന്നത്. ഇന്ന് എത്തിയ കാട്ടാന പുഴമൂല ഭാഗത്ത് വ്യാപകമായ കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രിയിലും പകലും ആന എത്തുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. 2 മാസം മുമ്പാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ പുഴമൂല തൊട്ടടുത്ത് മറ്റൊരു പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ടു മുമ്പ് തന്നെ 1 മാസം മുമ്പ് മറ്റൊരാളും ഇതേപോലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും നിരന്തരം കാട്ടാന എത്തുന്നു. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇതിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ എടുക്കുന്നില്ല എന്നുള്ളതും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരി, വയനാട് മേപ്പാടി പുഴമൂലയിലാണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. അവിടുത്തെ കാപ്പിക്കാട് ജനവാസ മേഖലയിൽ ഈ കാട്ടാന ഇറങ്ങുകയും പ്രദേശത്തെ കൃഷി നശിപ്പിച്ചതായും പരാതികളുണ്ട്. നിരന്തരമായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് കാട്ടാന ശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ ഫൈസൽ നെടുമ്പാലിയാണ് നൽകിയത്.